വാർത്തകൾ തുടരുകയാണ്. മമതയ്ക്കെതിരായ കലാപത്തിന് പിന്നാലെ ബംഗാളിൽ നാടകീയ നീക്കങ്ങൾ നടക്കുകയാണ്. ഋതബ്രതയ്ക്ക് പിന്തുണ നൽകിയ എംഎൽഎമാരിൽ ചിലർ ഇടഞ്ഞു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ 32 എംഎൽഎമാർ മാത്രമാണ് പങ്കെടുത്തത്. അതിനിടെ മമതാ ബാനർജിയെ ബംഗാൾ നിയമസഭയിലേക്ക് എത്തിക്കാൻ നീക്കം നടക്കുന്നുമുണ്ട്. മൂർഷിദാബാദിലെ രണ്ടാമത്തെ സീറ്റ് മമതയ്ക്കായി ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാണെന്ന് AJUP MLA ഹുമയൂൺ കബീർ നിലപാടെടുത്തു. ഗൗതം ആമ്രകുഞ്ചമാണ് വിവരങ്ങളുമായിട്ട് ചേരുന്നത്. ഗൗതം, എന്താണ് അവിടെ നടക്കുന്നത്? ഈ മമതയെ നിയമസഭയിലേക്ക് എത്തിച്ചിട്ട് വീണ്ടും പാർട്ടി ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ, ഈ പറയുന്ന നീക്കമൊന്ന് തടയാൻ ഉള്ള ശ്രമങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് നടക്കുന്നുണ്ടാവുക. ഇതിപ്പം നേരത്തെ ഋതബ്രത പ്രതീക്ഷിച്ച പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? സനീഷ്, ഋതബ്രത പ്രതീക്ഷിച്ച പോലെയും മമതാ ബാനർജി നേരത്തെ തീരുമാനിച്ച പോലെയും അല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ആദ്യം ഋതബ്രതയുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ്. വിമത MLA-മാരുടെ 58 പേരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഋതബ്രത എത്തിയത്. അതിനുശേഷം പാർട്ടിയുടെ ചുമതലപ്പെട്ട, അതായത് പാർട്ടിയെ നയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ മേൽ വരണമെന്നും ആ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കാൻ പോവുകയാണെന്നും അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലാണ് ഋതബ്രത നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി മമതാ ബാനർജിയെ സുപ്പീരിയർ അഡ്വൈസറാക്കി, അതായത് TMC ഒരു അഡ്വൈസറാക്കി നിയമിക്കണമെന്നും മറിച്ച് പാർട്ടിയുടെ അധ്യക്ഷ പദവി താൻ ഏറ്റെടുക്കണം എന്നുമുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം ഈ ഋതബ്രത മുന്നോട്ട് വെച്ചു. പക്ഷേ അതിലാണ് ഈ വിമത MLA-മാരും ഋതബ്രതയും തമ്മിലുള്ള തർക്കം തുടങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വിളിച്ച യോഗത്തിൽ 58 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും 30 പേർ മാത്രമാണ് പങ്കെടുത്തത്. ഈ വിമത MLA-മാരിൽ തന്നെ ഇപ്പോൾ ഋതബ്രതയുമായി അഭിപ്രായ വ്യത്യാസമുള്ളവർ സൂചിപ്പിക്കുന്നത് മമതാ ബാനർജിയോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്, പക്ഷേ അധ്യക്ഷ സ്ഥാനത്തു നിന്നും അവരെ മാറ്റി വെറുമൊരു അഡ്വൈസർ സ്ഥാനത്തേക്ക് മാത്രമായി ഒതുക്കുന്നത് സംബന്ധിച്ചുള്ള ഋതബ്രതയുടെ പദ്ധതി അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിമത ക്യാമ്പിൽ തന്നെ ഒരു ഇടർച്ച ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മറുവശത്ത് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ഇന്ന് നടന്നത് ഹുമയൂൺ കബീറിൻ്റെ ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം, ബംഗാളിൽ ബാബറി മസ്ജിദ് പണിയുമെന്നുള്ള പ്രഖ്യാപനം നടത്തി അതുവഴി TMC-യിൽ നിന്നും പുറത്തു പോവുകയും AJUP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുകയും പിന്നീട് മുർഷിദാബാദിലെ 2 ഇടങ്ങളിൽ നിന്ന് 2 സീറ്റുകളിൽ നിന്ന് വിജയിച്ചു വരികയും ചെയ്ത ആളാണ് ഹുമയൂൺ കബീർ. ഹുമയൂൺ കബീറിൻ്റെ 2 സീറ്റുകളിൽ ഒന്ന്, അതായത് രജിനഗർ സീറ്റിൽ താൻ മമതയെ വിജയിപ്പിക്കാൻ തയ്യാറാണെന്നും മമതയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കാൻ താൻ തയ്യാറാണെന്നും അതിന് കഴിവുള്ള പാർട്ടിയാണ് AJUP എന്നും ഹുമയൂൺ കബീർ പറഞ്ഞതാണ് മറ്റൊരു രാഷ്ട്രീയ കൗതുകമായി ഇന്ന് മാറിയിരിക്കുന്നത്. നേരത്തെ ഈ ഹുമയൂൺ കബീറിൻ്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകളാണ് TMC-യിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മമത പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ മമതയെ സഹായിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി ഹുമയൂൺ കബീർ രംഗത്ത് വന്നിരിക്കുന്നത്. തൻ്റെ 2 സീറ്റുകൾ ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയും അതുവഴി മത്സര രംഗത്തേക്ക് കൊണ്ടുവന്ന് ആ സീറ്റ് ജയിപ്പിച്ച് മമതയെ നിയമസഭയിൽ എത്തിച്ച് വീണ്ടും അധികാരത്തിലേക്കും അതോടൊപ്പം തന്നെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾക്ക് സഹായിക്കാൻ ഒരുക്കമാണെന്നുള്ള കബീറിൻ്റെ പ്രതികരണം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തവും ഒരുപക്ഷെ അപ്രവചനീയവുമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഋതബ്രതയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം കൂടുതൽ മൂർച്ഛിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സനീഷ്, ശരി, നന്ദി.